ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 1ന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു മൂവിയാണ് ഡീമൺ സ്ലെയർ ദ മുഗൻ ട്രെയിൻ. സോ ഈ മൂവിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനിത് 3 പാർട്ടായിട്ടായിരിക്കും നമ്മുടെ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇത് ഫസ്റ്റ് പാർട്ടാണ്. സോ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് തന്നേക്കുക. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. ഇവിടെ തുടക്കം തന്നെ കാണിക്കുന്നത് ഒരു ഗ്രേവ് യാർഡിന്റെ അതിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മാസ്റ്റർ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ അയാളുടെ ഭാര്യനെയാണ്. മാസ്റ്ററിന് പെട്ടത് വയ്യാതാകുകയാണ്. ഇതേ സമയം തന്നെ മാസ്റ്റർ പറയുകയാണ് എന്തോ വലുതിവിടെ നടക്കാൻ പോവുകയാണെന്ന് മാസ്റ്റർ ഉപയോഗിക്ക് തന്റെ ഭാര്യയോട് പറയുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ആ ട്രെയിനിന്റെ അതിൽ വലിഞ്ഞു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ താൻസ്റോ സെനിറ്റ്സുനെയും ഇനോസ്കിനെയാണ്. നമ്മുടെ ഇനോസ്കിയും അതുപോലെ തന്നെ നമ്മുടെ താൻസ്റോയും ആ ട്രെയിനിന്റെ അതിൽ കയറുന്നു. പക്ഷെ നമ്മുടെ സെനിറ്റ്സുവിന് കയറാൻ സാധിച്ചിട്ടില്ല. എടാ എന്നെയും കൂടെ കൊണ്ടുപോടാ, എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകലടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെനിറ്റ്സു എങ്ങനെയൊക്കെയോ അതിൽ കയറുന്നു. നമ്മുടെ താൻസ്റോ സെനിറ്റ്സുവിനെ കയറാൻ സഹായിക്കുന്നു. ട്രെയിനിന്റെ അതിൽ കയറിയ നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ വെളിയിലോട്ട് നോക്കുന്ന സമയത്ത് ആ മരങ്ങളൊക്കെ അനങ്ങുന്നതായിട്ട് തോന്നുന്നു. എങ്ങനെയാടാ ഈ മരങ്ങളൊക്കെ അനങ്ങുന്നതെന്ന് നമ്മുടെ ഇനോസ്കി സെനിറ്റ്സുവിനോട് ചോദിക്കുന്നു. നീ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നേന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇനോസ്കിയെ വലിച്ചോണ്ട് പോവുകയാണ് നമ്മുടെ ട്രെയിനിന്റെ അടുത്തൊരു സെക്ഷനിലോട്ട് പോകാന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്തായിരുന്നു അവരൊരു സൗണ്ട് കേൾക്കുന്നത്, ഡെലീഷ്യസ്. ഇതൊക്കെ കേട്ടിട്ട് അവരെല്ലാവരും ഒന്ന് പേടിക്കുകയാണ്. നോക്കുന്ന സമയത്ത് അത് വേറെ ആരുമല്ലായിരുന്നു നമ്മുടെ റെങ്കോക്കു ആയിരുന്നെങ്കിൽ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പീസ് ഫുഡ് കഴിക്കാൻ വരും, ഡെലീഷ്യസ്, സൂപ്പർ, നല്ല രസമുണ്ട്, നല്ല രുചിയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സെനിറ്റ്സു താൻസ്റോയോട് പറയുകയാണ്, ഇത് മറ്റേ ആ ഫയർ ബ്രീത്തിങ് ഹാഷറല്ലേ? എനിക്കും ഇപ്പോഴാ ഓർമ്മ വന്നേന്ന് നമ്മുടെ താൻസ്റോയും പറയുന്നു. സമയം തന്നെ അവർ രണ്ടുപേരും രംഗോക്കോനോട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ നമ്മുടെ രംഗോക്കോ അവരെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ രംഗോക്കോ പറയുകയാണ്, നിന്നെ ഞാൻ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ട്, നീ ഡീമൺ സ്ലെയർ ഹെഡ് ക്വാർട്ടേഴ്സിൽ വന്നിട്ടുണ്ടോ? ഞാൻ വന്നിട്ടുണ്ട്, എന്റെ പേര് താൻസ്റോ. സെനിറ്റ്സു ഇത് ഇനോസ്കി എന്ന് പറയുകയാണ് നമ്മുടെ താൻസ്റോ. ഇതിന്റെ പുറകിരിക്കുന്ന ആ പെട്ടിക്കത്തിൽ ആരാ? അതെന്റെ അനിയത്തി നെസ്കോ എന്ന് പറയുകയാണ് നമ്മുടെ താൻസ്റോ. ഡീമൺസിനെ അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല, പക്ഷെ മാസ്റ്റർ എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ നല്ല രീതിയിൽ നോക്കണമെന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ നല്ല രീതിയിൽ തന്നെ നോക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റെങ്കോക്കോന്റെ അടുത്ത് വന്നിരിക്കാൻ പറയുകയാണ് നമ്മുടെ താൻസ്റോയോട്. അവിടെ ഇരുന്നിട്ട് നമ്മുടെ താൻസ്റോ പറയുകയാണ്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ അച്ഛനെ കുറിച്ചാണ് പറയാനുള്ളത്. കൊച്ചിലെ തൊട്ടേ എൻ്റെ അച്ഛൻ എന്നേക്ക് ഒരു ഡാൻസ് പഠിപ്പിച്ചു തരുമായിരുന്നു. അതിന്റെ പേര് ഹിനുകാമി കാഗ്ര എന്നാണ്. അതിൽ എന്തോ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ഫ്ലെയിം ബ്രീത്തിങ് ആണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് റെങ്കോക്കോനോട് ചോദിക്കുകയാണ് നമ്മുടെ താൻസ്റോ. കേട്ടിട്ട് നമ്മുടെ റെങ്കോക്കോ പറയുകയാണ്, എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലെന്ന്. നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഹിനുകാമി കാഗ്ര, എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റെങ്കോക്കോ. ഫ്ലെയിം ബ്രീത്തിങ് എന്ന് പറയുന്നത് ഒരു വലിയ ഹിസ്റ്ററി തന്നെയാണ്. ഞാൻ അതിനെക്കുറിച്ച് നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് 5 ബ്രീത്തിങ് സ്റ്റൈൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വാട്ടർ ബ്രീത്തിങ്, തണ്ടർ ബ്രീത്തിങ്, വിൻഡ് ബ്രീത്തിങ്, ഫയർ ബ്രീത്തിങ് ആൻഡ് സ്റ്റോൺ ബ്രീത്തിങ്. ഈ 5 ബ്രീത്തിങ് സ്റ്റൈലിൽ നിന്നാണ് ബാക്കിയുള്ള ബ്രീത്തിങ് സ്റ്റൈൽസ് ഒക്കെ ഉണ്ടായത്. പിന്നെ ഈ ബ്രീത്തിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞ സംഭവം ചുമ്മാ പഠിക്കാനൊന്നും പറ്റത്തില്ല. അത് നിങ്ങളുടെ വാളിന്റെ കളറിനനുസരിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് നമ്മുടെ റെങ്കോക്കോ പറയുകയാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നിന്റെ സോഡിന്റെ കളർ ഏതാ? ബ്ലാക്ക് എന്ന് നമ്മുടെ താൻസ്റോ പറയുന്നു. അയ്യോ ബ്ലാക്ക് ആണോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റെങ്കോക്കോ. എന്താ ബ്ലാക്ക് അത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരു കളറാണോ? അങ്ങനെയൊന്നും അല്ല, ബ്ലാക്ക് കളർ സോഡുള്ള ആൾക്കാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുമില്ല. പിന്നെ ബ്ലാക്ക് കളർ സോഡുള്ള ഒരു ഹാഷറായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല. എനിക്ക് തോന്നുന്നു ബ്ലാക്ക് കളർ സോഡുള്ള ആൾക്കാർക്ക് അത്രയ്ക്ക് കഴിവൊന്നും ഇല്ലെന്ന്. എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നിന്നെ എൻ്റെ ശിഷ്യനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, നിനക്ക് ഒന്നും പറ്റത്തില്ല, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്തോളാം എന്ന് പറയുകയാണ് നമ്മുടെ റെങ്കോക്കോ. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, എനിക്ക് ഹിനോകാമി കാഗ്ര എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം മതി എന്ന് നമ്മുടെ താൻസ്റോ പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ ആ ട്രെയിനിന്റെ വെളിയിൽ കൂടെ തലയിട്ടിട്ട് പറയുകയാണ്, ഈ ഡീമൺ വളരെയധികം ഫാസ്റ്റ് ആണല്ലോ, പക്ഷെ എൻ്റെ അത്രയൊന്നും വരത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ജനലിന്റെ വെളിയിൽ കൂടെ ചാടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സെനിറ്റ്സു ആണെങ്കിൽ അവനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവന് ഭ്രാന്താടാ, ഇവനെ ആരെങ്കിലും ആശുപത്രി കൊണ്ടുപോടാ എന്ന് പറഞ്ഞ് കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിറ്റ്സു. എനിക്ക് തോന്നുന്നു ഇപ്പം ഡീമൺ ഇങ്ങോട്ട് വരാൻ പോകുകയാണെന്ന് റെങ്കോക്കോ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് അവിടെയുള്ള എല്ലാ ആൾക്കാരും നിശബ്ദരാകുകയാണ്. നമ്മുടെ ഇനോസ്കിയും നിശബ്ദരായി റെങ്കോക്കോ പറയുന്നത് കേൾക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ സെനിറ്റ്സു റെങ്കോക്കോനോട് വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഇപ്പൊ ഇങ്ങോട്ട് ഡീമൺ വരാൻ പോവുകയാണെന്നോ? അതെ, ഇങ്ങോട്ട് ഇപ്പൊ ഡീമൺ വരാൻ പോവുകയാണ്. അയ്യോ അമ്മച്ചി എന്നെ രക്ഷിക്കണേ, ഇങ്ങോട്ട് ഡീമൺ വരുന്ന കാര്യം അറിയായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നോ എന്ന് പറഞ്ഞ് കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമയം തന്നെയായിരുന്നു അങ്ങോട്ടൊരാൾ നടന്നു വരുന്നത്. അത് വേറെ ആരുമല്ലായിരുന്നു, ആ ട്രെയിനിന്റെ TT ആയിരുന്നു. അവിടെ വന്നിട്ട് എല്ലാ ആൾക്കാരുടെ ടിക്കറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റെങ്കോക്കോ, താൻസ്റോ, സെനിറ്റ്സു, ഇനോസ്കിയുടെ ഒക്കെ ടിക്കറ്റ് വന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം തന്നെയായിരുന്നു ആ ട്രെയിനിലെ കറണ്ട് പോകുന്നത്. കറണ്ട് തിരിച്ചു വരുന്നു. കറണ്ട് മാത്രമല്ല തിരിച്ചു വരുന്നത്, അങ്ങോട്ടൊരു ഡീമനും കൂടെ വരുന്നുണ്ട്. ഡീമനെ കണ്ടുടനെ തന്നെ നമ്മുടെ റെങ്കോക്കോ ആണെങ്കിൽ അവന്റെ വാളൊക്കെ എടുത്തിട്ട് ആ ഡീമനെ
ഡീമനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതേ സമയം തന്നെ വാളെടുക്കാൻ ശ്രമിച്ച നമ്മുടെ താൻജറോട് പറയുകയാണ്, താൻജറോ ഇപ്പൊ നീ വാളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഇതിന് ഞാൻ തന്നെ ധാരാളം ബ്രീത്തിങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റെങ്കോക്കോ അവിടെ നിന്ന് ചാടുന്നു. വളരെയധികം ഈസി ആയിട്ട് തന്നെ റെങ്കോക്കോ ആ ഡീമന്റെ തല അങ്ങ് വെട്ടുകയാണ്. ആ ഡീമന്റെ ബോഡി നമ്മുടെ താൻജറോന്റെയും സെനിറ്റ്സുവിന്റെ ഒക്കെ എടുത്തോണ്ട് വരുന്നുണ്ടെങ്കിലും വരുന്ന സമയത്ത് തന്നെ ആ ബോഡി അങ്ങ് ഭസ്മമായിട്ട് പോവുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ താൻജറോ ഇത് അമേസിംഗ് ആണെന്ന് പറയുകയാണ്. അതേ സമയം തന്നെ നമ്മുടെ റെങ്കോക്കോക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു, ഇവിടെ ഈ ഡീമൻ മാത്രമല്ല വേറൊരു ഡീമനും കൂടെ ഉണ്ടെന്ന്. നമ്മുടെ താൻജറോനെയും സെനിറ്റ്സുവിനെയും മിനോസ്കിനെയും നമ്മുടെ റെങ്കോക്കോ വിളിക്കുന്നു. അങ്ങനെ അവർ 3 പേരും നമ്മുടെ റെങ്കോക്കോന്റെ പുറകെ പോകുന്നു. അങ്ങനെ അടുത്ത കമ്പാർട്ട്മെന്റിൽ ചെന്ന് നോക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് അവിടെ ഒരു ഡീമൻ ഒരു സീലിങ്ങിനെ മണ്ടക്കി നിന്നിട്ട് ഒരു മനുഷ്യനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ വളരെയധികം പേടിച്ച് നിൽക്കുകയാണ്. ഡീമൻ നീ അവന്റെ ദേഹത്ത് ഒന്ന് കൊട്ടാ മാത്രം മതി, ഞാൻ നിന്നെ അങ്ങ് കൊല്ലുവെന്ന്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സെനിറ്റ്സു വളരെയധികം പേടിച്ചിട്ട് നിൽക്കുകയാണ്. ഈ ഡീമന്റെ കാര്യം ഞാൻ നോക്കിക്കളാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇനോസ്കി ആ ഡീമന്റെ നേരെ പോവുകയാണ്. ആ ഡീമന്റെ വയറ്റിൽ നിന്ന് ഒരു കൈ മുളച്ചു വന്നിട്ട് നമ്മുടെ ഇനോസ്കിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മുടെ റെങ്കോക്കോ നമ്മുടെ ഇനോസ്കിനെ രക്ഷിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ വളരെയധികം വേഗത്തിൽ തന്നെ നമ്മുടെ റെങ്കോക്കോ ആ മനുഷ്യനെ അവിടെ നിന്ന് രക്ഷിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ ഇരുന്ന് മാത്രം മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഫയർ ബ്രീത്തിങ് എന്ന് പറഞ്ഞിട്ട് ആ ഡീമന്റെ തല വളരെയധികം ഈസി ആയിട്ട് തന്നെ നമ്മുടെ റെങ്കോക്കോ വെട്ടുകയാണ്. ഒരു ലെജൻഡാന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻജറോ സെനിറ്റ്സു ഇനോസ്കിയൊക്കെ നമ്മുടെ റെങ്കോക്കോനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവർ 4 പേര് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. കാണിക്കുന്നത് ആ ട്രെയിനിൽ വന്ന് ടിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ടീച്ചറെയാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഞാൻ എല്ലാവരെയും ഉറക്കിയിട്ടുണ്ട്. ഇതേ സമയം തന്നെ അങ്ങോട്ടൊരു കൈ വരികയാണ്. ആ കൈ വന്നിട്ട് ആ ടീച്ചറെ അവിടെ വെച്ച് തന്നെ അങ്ങ് ഉറക്കുകയാണ്. ആ 4 കുട്ടികൾ ആ കൈയോട് ചോദിക്കുന്നു, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യാനുള്ളത്? ആ കൈയുടെ പേരാണ് ഡ്രീം. ഡ്രീം പറയുകയാണ്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, അവരൊന്ന് നല്ല രീതിയിലൊന്ന് ഉറങ്ങിക്കോട്ടെ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ തരുന്ന കയർ ആ ഡീമൺ സ്ലേയേഴ്സിന്റെ കയ്യിൽ കെട്ടണം. വേറൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ആ ഡീമൺ സ്ലേയേഴ്സിന്റെ ദേഹത്ത് തൊടാൻ പാടില്ല. കാരണം ഡീമൺസിന്റെ സ്മെല്ല് കിട്ടിയാൽ അവർ പെട്ടെന്ന് തന്നെ ഉണരാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് ആ ഡ്രീം പറയുന്നത്. കാണിക്കുന്നത് ഒരു മഞ്ഞൊക്കെയുള്ള സ്ഥലത്ത് നിൽക്കുന്ന നമ്മുടെ താൻജറോനെയാണ്. നമ്മുടെ താൻജറോ ചിന്തിക്കുകയാണ്, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും നമ്മുടെ താൻജറോയ്ക്ക് മനസ്സിലാവുന്നില്ല. താൻജറോനെ ആരാണ്ട് ഫോളോ ചെയ്യുന്ന പോലെ നമ്മുടെ താൻജറോയ്ക്ക് തോന്നുകയാണ്. പെട്ടെന്ന് നമ്മുടെ താൻജറോ ആ വാളെടുക്കാനൊക്കെ ശ്രമിക്കുകയാണ്. നോക്കുന്ന സമയത്ത് നമ്മുടെ താൻജറോന്റെ അനിയനും അതുപോലെ അനിയത്തിയെ നമ്മുടെ താൻജറോ കാണുകയാണ്. താൻജറോ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ താൻജറോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇത് സത്യം തന്നെയാണോ, ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജറോ. സമയം തന്നെ നമ്മുടെ താൻജറോ അടിക്കില്ല, അവരുടെ നേരെ ഓടി വന്നിട്ട് അവരെ കെട്ടിപ്പിടിക്കുകയാണ്. അവർ 3 പേരും താഴെ വീഴുകയാണ്. നമ്മുടെ താൻജറോ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നോട് ക്ഷമിക്കടി, എന്നോട് ക്ഷമിക്കടാ, എന്നോട് ക്ഷമിക്കെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജറോ. നമ്മൾ കാണുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട ആ ഡീമനാണ്. ആ ഡീമൻ ആ ട്രെയിനിന്റെ മണ്ടക്കി നിന്ന് പറയുകയാണ്, സ്വപ്നം തന്നെ കണ്ടുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു മരണത്തിലേക്ക് പോകുന്നത് എന്തൊരു ഭാഗ്യമാണ്. ഏതൊരു ഡീമൺ സ്ലെയർ ആണെങ്കിലും എത്ര പവറുള്ള ഒരു ഡീമൺ സ്ലെയർ ആണെങ്കിലും സ്വന്തം മനസ്സാണ് അവന്റെ ശക്തി കണ്ടെത്തുന്നത്. അതിനെന്തെങ്കിലും പറ്റിയല്ലേ എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീമൺ സ്ലെയർ ആയിട്ടും കാര്യമില്ല, അവൻ താര വീഴുന്ന സമയമായിരുന്നു നേരത്തെ നമ്മൾ കണ്ട ആ ഡ്രീം എന്ന പേരുള്ള ആ കൈ അങ്ങോട്ട് വന്നിട്ട് ആ ഡീമന്റെ കയ്യിലേക്ക് കയറുന്നത്. ഇതേ സമയം തന്നെ ഡീമൻ പറയുകയാണ്, എല്ലാ മനുഷ്യഹൃദയവും ഒരുപോലെ തന്നെയാണ്, വളരെയധികം ലോലവും അതുപോലെ തന്നെ ദുർബലവും. ഇതേ സമയം തന്നെ ആ 4 കുട്ടികളാണെങ്കിൽ ഇനോസ്കി, താൻജറോ, സെനിറ്റ്സു, റെങ്കോക്കോന്റെ ഒക്കെ കയ്യിൽ ആ കയർ കെട്ടുകയാണ്. കാണിക്കുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടെ സ്വന്തം കുടുംബത്തിന്റെ കൂടെ ഇരിക്കുന്ന നമ്മുടെ താൻജറോനെയാണ്. ഓരോ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജറോ. കണ്ടിട്ട് നമ്മുടെ താൻജറോ ചിന്തിക്കുകയാണ്, ഇത്ര നാൾ നടന്നതൊക്കെ ഒരു സ്വപ്നമായിരുന്നു. കാണിക്കുന്നത് ആ ഡീമനാണ്. ആ ഡീമൻ പറയുകയാണ്, ഒരു സ്വപ്നം കാണുന്നു, വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്വപ്നം കാണുന്നു, ആ സ്വപ്നത്തിൽ തന്നെ ഞാൻ ഇറങ്ങുന്നു, ഇനി ഒരു ഡീമൻ വന്ന് കഴിച്ചാലും ആ സ്വപ്നത്തിൽ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഡീമൻ. കാണിക്കുന്നത് നമ്മുടെ താൻജറോയുടെ സ്വപ്നമാണ്. നമ്മുടെ താൻജറോ ആണെങ്കിൽ അവന്റെ കുടുംബത്തിനോട് ടാറ്റ ബാബയൊക്കെ പറഞ്ഞിട്ട് വിറക് വെട്ടാൻ വേണ്ടി പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സെനിറ്റ്സുവിന്റെ സ്വപ്നമാണ്. അവന്റെ സ്വപ്നത്തിലാണെങ്കിൽ നെസ്കോന്റെ അടുത്ത് വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്നത് പോലാണ് നമ്മുടെ സെനിറ്റ്സു സ്വപ്നം കാണുന്നത്. മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ഇനോസ്കിയുടെ സ്വപ്നമാണെങ്കിൽ ആൻഡ്രോ, സെനിറ്റ്സു അതുപോലെ തന്നെ നെസ്കോ ഒക്കെ അവനെ ബോസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് പോലാണ് അവൻ സ്വപ്നം കാണുന്നത്. ഇത് കാണിക്കുന്നത് നമ്മുടെ റെങ്കോക്കോന്റെ സ്വപ്നമാണ്. നമ്മുടെ റെങ്കോക്കോ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് അവന്റെ അച്ഛന്റെ അടുത്തിരിക്കുന്നത് പോലാണ് അവൻ കാണുന്നത്. നമ്മുടെ റെങ്കോക്കോ ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനാണ് ഇപ്പൊ ഇവിടെ വന്നത്? ചിലപ്പോൾ ഞാൻ ഹാസ്രായ കാര്യം എന്റെ അച്ഛനോട് പറയാൻ വന്നതാന്ന് പറഞ്ഞിട്ട് ഞാൻ ഹാസ്രായ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റെങ്കോക്കോ അവന്റെ അച്ഛനോട്. നീ ഒരു ഹാസ്രയായോ, അതിനിപ്പോ എന്തുവാ, നിന്നെ കൊണ്ട് ഒരു ഗുണമില്ല, അതുപോലെ തന്നെ എന്നെ കൊണ്ട് ഒരു ഗുണമില്ല എന്ന് നമ്മുടെ റെങ്കോക്കോന്റെ അച്ഛൻ റെങ്കോക്കോനോട് പറയുകയാണ്. റെങ്കോക്കോ ആണെങ്കിൽ അവന്റെ അനിയന്റെ അടുത്തോട്ട് പോവുകയാണ്. നമ്മുടെ റെങ്കോക്കോന്റെ അനിയന്റെ പേരാണ് സാൻജറോ. സാൻജറോ നമ്മുടെ റെങ്കോക്കോനോട് ചോദിക്കുകയാണ്, നീ ഒരു ആശ്രയ കാര്യം അച്ഛനോട് പറഞ്ഞല്ലോ, അച്ഛൻ ഇപ്പൊ വളരെയധികം സന്തോഷത്തിലായിരിക്കും അല്ലേ? അച്ഛൻ ഞാനും ഒരു ആശ്രയല്ല, അച്ഛൻ എന്റെ കാര്യം ഓർത്ത് വളരെയധികം സന്തോഷിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ സാൻജറോ റെങ്കോക്കോനോട് ചോദിക്കുകയാണ്.
ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രംഗൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇതെല്ലാം സംഭവിച്ചത് ആ ദിവസമായിരുന്നു. ആ ദിവസമാണ് ഇതെല്ലാം മാറി മറിഞ്ഞു പോയത്. ഒരു ഹാഷറായിട്ടുള്ള എൻ്റെ അച്ഛൻ ഞങ്ങളെ നല്ല രീതിയിൽ തന്നെയാണ് ട്രെയിനിങ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെ അതെല്ലാം നിന്നു. എന്താന്ന് ഇതുവരെ ആർക്കും അറിയത്തില്ല. സാൻഡ്രോ കുഞ്ഞായിരുന്ന സമയത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ അമ്മ മരിച്ചു പോയത് ഒരു അസുഖം മൂലം. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അച്ഛൻ പിന്നെ ആരോടും സംസാരിച്ചിട്ടില്ല. സാൻഡ്രോ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നിനക്കത് കേൾക്കാൻ സാധിക്കുമോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രംഗോക്കോ സാൻഡ്രോട് ഒരു കാര്യം പറയുന്നു. സാൻഡ്രോ, ഞാൻ ഈ കാര്യം അച്ഛനോട് പറഞ്ഞ സമയത്ത് അച്ഛനൊന്നും തോന്നിയില്ല. അച്ഛൻ എന്നോട് ദേഷ്യം മാത്രമാണ് തോന്നിയത്. പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. എൻ്റെ ഉള്ളിലെത്തി ഒരിക്കലും കെടാനും പോകുന്നില്ല. പക്ഷെ സാൻഡ്രോ, നീ അങ്ങനല്ല. നിന്നെ വിശ്വാസമുള്ള ഒരു ചേട്ടനുണ്ട് നിനക്ക്. നീ എങ്ങനെയൊക്കെ ജീവിച്ചാലും നീ ഒരു മനുഷ്യനായിട്ട് ജീവിക്കണം. നീ നിന്റെ ഡ്രീമിനെ ഫോളോ ചെയ്യ്. നീ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യ് എന്ന് പറയുകയാണ് നമ്മുടെ രംഗം. കാണിക്കുന്നത് ആ ഡീമനെയാണ്. ആ ഡീമൻ അവന്റെ കൈയോട് പറയുകയാണ്, നിനക്കറിയാവോ ഞാൻ ഉണ്ടാക്കിയ കയറിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന്? ആ കയർ ആരുടെ ദേഹത്ത് കെട്ടിയാലും ആ ആളുടെ ഡ്രീമിലോട്ട് കയറാൻ സാധിക്കും. ഏതൊരു ഡീമൺ സ്ലെയർ ഉറങ്ങുന്ന സമയത്തും അവനൊരു കൊച്ചുകുട്ടിയായിരിക്കും എന്ന് പറയുകയാണ്. അതിന് കയറൊക്കെ കിട്ടി അവിടെ ഉണ്ടായിരുന്ന 4 കുട്ടികളും അവരുടെ സ്വപ്നത്തിലേക്ക് കയറി പോവുകയാണ്. അവരെന്തോത്തിനാണ് ഇങ്ങോട്ട് കയറിയെന്ന് അവർ പറഞ്ഞു തരുന്നത്. ഇവർ കാണുന്ന സ്വപ്നമൊക്കെ ഒരു റൗണ്ടിലാണുള്ളത്. ആ റൗണ്ടിന്റെ നടുക്കാണ് ഈ റെങ്കോക്കൊക്കെ കാണുന്ന സ്വപ്നം ഇപ്പൊ അവർ കാണുന്നത്. ഈ സ്വപ്നത്തിന്റെ ബോർഡർ കടന്നു പോയല്ല, അവിടെയാണ് ആ കോറുള്ളത്. ആ കോറ് നശിപ്പിച്ച് കളഞ്ഞാൽ ഇവർ മരിച്ചു പോകും. അതിനുവേണ്ടിയാണ് ഈ 4 കുട്ടികളെയും ഈ സ്വപ്നത്തിനകത്തിലേക്ക് വിട്ടിരിക്കുന്നത്. അങ്ങനെ ആ സ്വപ്നത്തിൽ കയറിയ പെൺകുട്ടി നമ്മുടെ രംഗോക്കോന്റെ സ്വപ്നത്തിന്റെ ബോർഡർ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ആ കോർ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ആ കോർ ഇപ്പൊ കുത്തി പൊട്ടിക്കൂടാന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ രംഗോക്കോ ടോട്ടൽ കോൺസെൻട്രേഷൻ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ആ പെൺകുട്ടിയുടെ കരുത്തിൽ കയറി പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് ഇപ്പൊ ആ കോർ പൊട്ടിക്കാൻ സാധിക്കുന്നില്ല. രംഗോക്കോ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ പെൺകുട്ടിയുടെ കരുത്തിൽ നെക്കി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ രംഗോക്കോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ താൻജോയുടെ സ്വപ്നമാണ്. നമ്മുടെ താൻജോയുടെ സ്വപ്നത്തിന്റെ അകത്തിൽ താൻജോയുടെ അമ്മയാണെങ്കിൽ ഏതാണ്ട് നമ്മുടെ താൻജോയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ താൻജോ ചോദിക്കുകയാണ്, നെസ്കോ എന്ത് ചെയ്ത്? നെസ്കോ മലമുകളിൽ പച്ചക്കറി പറിക്കാൻ പോയതാണ്, നീ കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാൻ പറയുകയാണ് നമ്മുടെ താൻജോയുടെ അമ്മ. അങ്ങനെ നമ്മുടെ താൻജോ വെള്ളം എടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അവൻ നടന്നു പോകുന്ന സമയത്ത് നെസ്കോന്റെ പെട്ടി അവിടെ ഇരിക്കുന്നത് പോലെ തന്നെ അവന് തോന്നുകയാണ്. നോക്കുന്ന സമയത്ത് അവിടെ പെട്ടിയൊന്നുമില്ല. അങ്ങനെ വെള്ളം കോരാൻ വേണ്ടി പോകുന്ന സമയത്ത് അവന്റെ വെള്ളത്തിലുള്ള അവന്റെ റിഫ്ലക്ഷൻ അവനോട് സംസാരിക്കുകയാണ്. താൻജോ, നിന്റെ ശരിക്കുള്ള ശരീരവും നിന്റെ കൂട്ടുകാരൊക്കെ അപകടത്തിലാണെന്ന് പറഞ്ഞിട്ട് ആ റിഫ്ലക്ഷൻ നമ്മുടെ താൻജോനെ വലിച്ച് വെള്ളത്തിനകത്തോണ്ട് ഇടുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ താൻജോയ്ക്ക് മനസ്സിലാകുന്നില്ല ഇതാണോ സ്വപ്നം അതോ അതായിരുന്നോ സ്വപ്നം, എന്താണ് സ്വപ്നം, ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ താൻജോയുടെ സിസ്റ്ററും ബ്രദറും അവിടെ കിടന്ന് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ താൻജോയുടെ പെട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ് നമ്മുടെ നെസ്കോ. എന്നിട്ട് നമ്മുടെ താൻജോനെ ഒരുപാട് തവണ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എഴുന്നേക്കൊക്കെ പറഞ്ഞ് തൊട്ട് വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ താൻജോ എഴുന്നേക്കുന്നില്ല. അങ്ങനെ ദേഷ്യം വന്നാൽ നമ്മുടെ നെസ്കോ ആണെങ്കിൽ അവളുടെ തല ഉപയോഗിച്ചിട്ട് നമ്മുടെ താൻജോയുടെ തലയിലോട്ട് അടിക്കുകയാണ്. നമ്മുടെ നെസ്കോയുടെ തലയിൽ നിന്ന് ഒരുപാട് ചോരയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ സ്വപ്നത്തിലുണ്ടായിരുന്ന നമ്മുടെ താൻജോ നമ്മുടെ നെസ്കോന്റെ ബ്ലഡിന്റെ സ്മെല്ല് കഴിയുകയാണ്. നമ്മുടെ നെസ്കോ ആണെങ്കിൽ നമ്മുടെ താൻജോനെ നമ്മുടെ നെസ്കോന്റെ ബ്ലഡ് ഡീമൻ ആർട്ട് ഉപയോഗിച്ചിട്ട് ഉണർത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മുടെ താൻജോ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേക്കുന്നതിന് പകരം അവിടെ തന്നെ നമ്മുടെ താൻജോ ഒരു ഡീമൻ സ്ലെയർ ആയിട്ട് മാറുകയാണ്. അവന്റെ വാള് അവന്റെ സൂട്ടെല്ലാം അവിടെ തന്നെ കിട്ടുന്നു. ഇതൊക്കെ കണ്ട് നമ്മുടെ താൻജോയുടെ സിസ്റ്ററും ബ്രദറും ഒക്കെ വന്ന് ചോദിക്കുകയാണ്, താൻജോ ഇതൊക്കെ എന്തോ സംഭവം, ഇവിടെ എന്തോ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. നമ്മുടെ താൻജോയ്ക്ക് മനസ്സിലാവുകയാണ് നെസ്കോ അപകടത്തിലാണ്, റിയൽ വേൾഡിൽ നമ്മുടെ നെസ്കോ അപകടത്തിലാണ്, ഇതൊരു സ്വപ്നമാണെന്ന്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാതെ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജോ. കരഞ്ഞുകൊണ്ടൊക്കെയാണ് ഓടുന്നത്. സോറി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ താൻജോയ്ക്ക് ഇപ്പൊ സത്യാവസ്ഥ മനസ്സിലായിരിക്കുന്നു, ഇതൊരു സ്വപ്നമാണ്. നമ്മുടെ താൻജോയ്ക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് ഇവിടെ താമസിക്കണമെന്നൊക്കെ അവന്റെ കുടുംബത്തോട് വളരെയധികം സന്തോഷത്തോട്. പക്ഷെ ഇതൊരു സ്വപ്നമാണെന്ന് അവന് മനസ്സിലാകുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ നെസ്കോനെ കണ്ടെത്തുകയാണ് നമ്മുടെ താൻജോ. ഈ സമയം തന്നെ നമ്മുടെ നെസ്കോ പറയുകയാണ്, താൻജോ നീ ഇപ്പൊ എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താൻജോ മുന്നോട്ട് നടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ താൻജോയുടെ അമ്മ അതുപോലെ സഹോദരങ്ങളൊക്കെ അങ്ങോട്ട് വരികയാണ്. താൻജോ നീ എങ്ങോട്ടാണ് പോകുന്നത്? ഇതൊക്കെ കേട്ടിട്ടും നമ്മുടെ താൻജോ മുന്നോട്ട് നടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു കരച്ചിലാകുകയാണെങ്കിലും എന്നാലും മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ താൻജോയ്ക്ക് അറിയാം ഇതൊരു സ്വപ്നമാണ്, ഇത് ശരിക്കും നടക്കുന്ന ഒരു കാര്യമല്ല. ഇതേ സമയം തന്നെ നമ്മുടെ താൻജോയുടെ സ്വപ്നത്തിൽ കയറിയ ആ പയ്യനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ നമ്മുടെ താൻജോയുടെ കോർ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ആ കോറുള്ള സ്ഥലത്തേക്ക് നമ്മുടെ അവനെ കയറുകയാണ്. നോക്കുന്ന സമയത്ത് വളരെയധികം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കാണുന്നത്. എല്ലാ സ്ഥലവും വളരെയധികം പീസ്ഫുൾ ആയിട്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചിന്തിക്കുകയാണ്. ആ പയ്യോസ്കിയുടെ സ്വപ്നത്തിൽ കയറിയ ആ പെൺകുട്ടിയെയും കണ്ടം വരി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇനോസ്കി. ഇതേ സംഭവം തന്നെയാണ് നമ്മുടെ സെനിറ്റ്സുവിന്റെ സ്വപ്നത്തിൽ നടക്കുന്നത്. അവന്റെ സ്വപ്നത്തിൽ കയറിയ പയ്യൻ നമ്മുടെ നെസ്കോനെ പ്രപ്പോസ് ചെയ്യാൻ വന്നതെന്ന് പറഞ്ഞിട്ട് കത്രിക വെച്ച് വെട്ടിക്കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സമയം തന്നെ നമ്മുടെ താൻജോ സ്വന്തം വീട്ടുകാരെ ഒന്ന് ശ്രദ്ധിക്കാതെ വളരെയധികം കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ താൻജോയ്ക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ഇതേ സമയം തന്നെ നമ്മുടെ താൻജോ അച്ഛൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. താൻജോ ഇവിടെ വെട്ടേണ്ട ഒരു സ്ഥലമുണ്ട്, നീ അവിടെ വെട്ടിയാൽ മാത്രം മതി എന്ന് പറയുകയാണ്. അത്
പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ അച്ഛൻ അവിടെ നിന്ന് മാഞ്ഞു പോവുകയാണ്. അച്ഛൻ എന്തായിരിക്കും ഉദ്ദേശിച്ചത്? അത് മാത്രമല്ല, ഇത് സ്വപ്നലോകമല്ലേ, അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ മരിച്ചാലേ എൻ്റെ റിയൽ വേൾഡിൽ ഞാൻ മരിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ കട്ടാണ എടുത്തിട്ട് അവനെ തന്നെ തല മുറുകുകയാണ് നമ്മുടെ താൻജിറോ. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ താൻജിറോ റിയൽ വേൾഡിൽ എഴുന്നേൽക്കുകയാണ്. അവനൊന്നും പറ്റിയിട്ടില്ല, അവൻ മരിച്ചിട്ടൊന്നുമില്ല. നോക്കുന്ന സമയത്ത് നമ്മുടെ ഇനോസ്കി അതുപോലെ തന്നെ നമ്മുടെ സെനിറ്റ്സു ഒക്കെ അവിടെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ റെങ്കോക്കോ ആണെങ്കിൽ ടോട്ടൽ കോൺസെൻട്രേഷൻ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവൻ ഉറങ്ങിക്കൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താൻജിറോ നോക്കുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിലും ഓരോ കയറ് വെച്ച് കെട്ടിയിട്ടുണ്ട്. താൻജിറോയ്ക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താണ് സംഭവം. താൻജിറോ ആ കയറ് സ്മെല്ല് ചെയ്ത് നോക്കുന്ന സമയത്ത് താൻജിറോയ്ക്ക് ഇതിനു മുമ്പ് ഈ സ്മെല്ല് കിട്ടിയിട്ടുണ്ട്. അവൻ ആ ടിക്കറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിലും ആ സ്മെല്ലുണ്ട്. നമ്മുടെ താൻജിറോയ്ക്ക് മനസ്സിലാവുകയാണ് ഇതൊരു ബ്ലഡ് ഡീമൻ ആർട്ടാണെന്ന്. അവരുടെ എല്ലാവരുടെയും കയ്യിൽ കെട്ടിയിരിക്കുന്ന കയറടിക്കാൻ നമ്മുടെ നെസ്കോ എടുത്ത് താൻജിറോ പറയുകയാണ്. അതുപോലെ നമ്മുടെ നെസ്കോ ചെയ്യുകയാണ്. അവരെ എല്ലാവരെയും ഉണർത്താൻ നമ്മുടെ താൻജിറോ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ ഉണരുന്നില്ല. ഇതേ സമയം തന്നെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു വന്ന ആ കുട്ടികളെല്ലാവരും നമ്മുടെ താൻജിറോനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഇവരൊന്നും ഡീമൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ മനുഷ്യരായത് കൊണ്ട് തന്നെ നമ്മുടെ താൻജിറോ അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ താൻജിറോയ്ക്ക് ആ ഡീമന്റെ സ്മെല്ല് കിട്ടുന്നു. ആ ഡീമൻ ഈ ട്രെയിനിന്റെ മണ്ടയ്ക്കുണ്ടെന്ന് നമ്മുടെ താൻജിറോയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ നമ്മുടെ നെസ്കോട് നമ്മുടെ താൻജിറോ പറയുകയാണ് നീ പെട്ടെന്ന് തന്നെ ഇവരെ എങ്ങനെയെങ്കിലും ഉണർത്തെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആ ഡീമനെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഡീമന്റെ അടുത്ത് എത്തിയ നമ്മുടെ ആ ഡീമൻ പറയുകയാണ് നീ ഇവിടെ എത്തിയോ, നീ എങ്ങനെ ഉണർന്നത്, എന്തിനാണ് വെറുതെ എഴുന്നേറ്റത്, നിനക്ക് ആ നല്ലൊരു സ്വപ്നമല്ലേ കാണിച്ചു തന്നത്, നിനക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു സ്വപ്നമല്ലേ, നീ നിന്റെ കുടുംബത്തിലൂടെ ജീവിക്കുന്ന സ്വപ്നമല്ലേ കാണിച്ചു തന്നത്, അല്ലാതെ നീ നിന്റെ കുടുംബം നശിച്ചു പോകുന്ന സ്വപ്നമല്ലല്ലോ കാണിച്ചു തന്നത്, അതോ ഇനി നിന്റെ അച്ഛൻ ജീവനോടിരിക്കുന്ന സ്വപ്നം ഞാൻ നിനക്ക് കാണിച്ചു തരണോ എന്ന് പറയുകയാണ് ആ ഡീമൻ. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താൻജിറോയ്ക്ക് വളരെയധികം ദേഷ്യം വരികയാണ്. നമ്മുടെ താൻജിറോ പല്ലൊക്കെ മുറുക്കി കടിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ആ ഡീമൻ വീണ്ടും പറയുകയാണ് ഒരാൾക്ക് ഒരു നല്ലൊരു സ്വപ്നം കാണിച്ചു കൊടുത്തിട്ട് അയാൾ പേടിക്കുന്ന ഒരു സ്വപ്നം പെട്ടെന്ന് കാണിച്ചു കൊടുത്താൽ അയാളുടെ മുഖം കാണാൻ വളരെയധികം നല്ലതാണെന്ന് പറഞ്ഞ് എനിക്കത് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഡീമൻ. എല്ലാ കാര്യവും നല്ല രീതിയിൽ ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. ആ ടീറ്റിയുടെ കയ്യിൽ കൊടുത്തിരുന്ന മഷിയിൽ ഞാൻ എൻ്റെ ബ്ലഡ് കലർത്തി. അങ്ങനെ ആ ടീറ്റി ആ മഷി കൊടുക്കുന്ന സമയത്ത് എല്ലാവരും അന്നേരം തന്നെ ഉറങ്ങിപ്പോ. അന്നേരമായിരുന്നു എൻ്റെ ടെക്നിക്ക് ആക്ടിവേറ്റ് ആകുന്നത് എന്നാ ഡീമൻ പറയുകയാണ്. ഈ ചെറുക്കൻ എങ്ങനെ എഴുന്നേറ്റു ഇത്രയും പെട്ടെന്ന് തന്നെ, എൻ്റെ സമയം കളയാൻ വേണ്ടി ഓരോരുത്തന്മാരും വരും എന്ന് പറഞ്ഞ ആ ഡീമൻ നമ്മുടെ താൻജിറോനെ നോക്കുന്നു. നിനക്ക് എത്ര ധൈര്യം ഒടുക്കി എൻ്റെ അനുവാദമില്ലാതെ നീ എൻ്റെ സ്വപ്നത്തിൽ കയറി പറ്റുവടാ എന്ന് പറഞ്ഞിട്ട് അവനെ കട്ടാന എടുത്തിട്ട് ആ ഡീമനെ വെട്ടാൻ വേണ്ടി പോകുന്നു. ഇതേ സമയത്തായിരുന്നു ആ ഡീമൻ നമ്മുടെ താൻജിറോയുടെ ഇയർലിംഗ് ശ്രദ്ധിക്കുന്നത്. ഇവൻ തന്നെയാണ് ആ മൂസാൻ ഗിബിക്സുജി പറഞ്ഞ ഡീമൻ സ്ലെയർ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെ കൊന്നാൽ എനിക്ക് മൂസാൻ വീണ്ടും ചോര തരും, ആ ചോര കുടിച്ചിട്ട് ഞാൻ വീണ്ടും പവർ കിട്ടും, അങ്ങനെ ആ പവർ കിട്ടിയിട്ട് അപ്പർ റാങ്കിലുള്ള ഏതെങ്കിലും ഒരു ഡീമനെ കൊന്നിട്ട് ഞാൻ അപ്പർ റാങ്കിൽ കയറും എന്ന് പറഞ്ഞ് സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഡീമൻ. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ താൻജിറോ ആണെങ്കിൽ വാട്ടർ ബ്രീത്തിങ്ങിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 10th ഫോം ഉപയോഗിച്ചുകൊണ്ട് ആ ഡീമനെ കൊല്ലാൻ വേണ്ടി ഓടുകയാണ്. ഇതൊക്കെ കണ്ട് ആ ഡീമനാണെങ്കിൽ ആ ഡീമന്റെ ആർട്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ താൻജിറോയെ ഉറക്കുകയാണ്. നമ്മുടെ താൻജിറോ ഉറക്കുന്നുണ്ടെങ്കിൽ തന്നെ താൻജിറോ പെട്ടെന്ന് തന്നെ പിന്നെ ഉണർന്നു വരികയാണ്. താൻജിറോ ഉറങ്ങുന്നു, പെട്ടെന്ന് തന്നെ ഉണരുന്നു. ഇതൊക്കെ കണ്ടിട്ട് ആ ഡീമൻ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. നമ്മുടെ താൻജിറോ ആ ഡീമന്റെ അടുത്ത് എത്തുന്നു. നമ്മുടെ താൻജിറോ ഒരുപാട് തവണ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഡീമൻ ഉറക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മുടെ താൻജിറോ വീണ്ടും ഉണരുന്നു. ഇപ്പോഴാണ് നമ്മുടെ താൻജിറോ എന്താണ് അവിടെ നടന്നതെന്ന് കാണിക്കുന്നത്. അവന്റെ സ്വപ്നത്തിൽ പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ താൻജിറോയുടെ തല തന്നെ വെട്ടി മരിച്ച് തിരിച്ച് നമ്മുടെ റിയൽ വേൾഡിലേക്ക് വരികയാണ്. ആ ഡീമനാണെങ്കിൽ അങ്ങനെ നമ്മുടെ താൻജിറോയോട് വളരെയധികം പറഞ്ഞൊരു സ്വപ്നം കാണിക്കുന്നു. ആ സ്വപ്നത്തിലത്തിൽ നമ്മുടെ താൻജിറോയുടെ കുടുംബക്കാരെല്ലാവരും നമ്മുടെ താൻജിറോനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ കാരണമാണ് ഞങ്ങൾ മരിച്ചത്, നീ ഞങ്ങളെ ഒറ്റയ്ക്കാക്കിയതുകൊണ്ടാണ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ താൻജിറോയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താൻജിറോയ്ക്ക് വിഷമം വരുന്നുണ്ടെങ്കിലും ഇതൊരു സ്വപ്നമാണ് നമ്മുടെ താൻജിറോയ്ക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ താൻജിറോ വീണ്ടും റിയൽ വേൾഡിലേക്ക് വരികയാണ്. നീ ഒരിക്കലും നിന്റെ വിചാരം എൻ്റെ ഫാമിലിയിൽ കുത്തിയാക്കണ്ട, എൻ്റെ ഫാമിലി ഒരിക്കലും ഇങ്ങനല്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻജിറോ വാട്ടർ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ആ ഡീമന്റെ തലയങ്ങ് വെട്ടുകയാണ്. അവിടെ വെച്ച് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ മുഗൻ ട്രെയിനിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ തേർഡ് പാർട്ടും. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്താൽ അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് നിൽക്കുക. സോ അടുത്ത എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ.